السلام عليكم ورحمة الله وبركاته. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയ സഹോദരിമാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൂറത്തുൽ ഫാത്തിഹ തജ്വീദോട് കൂടിയിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് എങ്ങനെ ഓതാന്നുള്ളതിനെ കുറിച്ചാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം ഇൻഷാ അള്ളാ. ഫാത്തിഹ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഓതാൻ. അതിനാദ്യം നമ്മൾ ഒന്ന് ഒരുമിച്ച് ഫാത്തിഹ ഓതാം ഇൻഷാ അള്ളാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇതിന്റെ നേരായ തർജ്ജമ വരുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്തുതി മുഴുവനും സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു. അർ-റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ മാലികി യൗമിദ്ദീൻ. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനുമായ അള്ളാഹുവിന്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഞങ്ങളെ നീ നേർമാർഗത്തിലാക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ചേർക്കണമേ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. നിന്റെ കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല, പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇത് നമ്മൾ ഈ ഒരു സൂറത്ത് നല്ല തജ്വീദോട് കൂടിയിട്ട് ഓതി പഠിക്കാണ്. അതിന് മുന്നേ പറയട്ടെ, ഞാനിത് സ്ക്രീനിൽ ഫാത്തിഹ കാണിക്കാത്തത് നിങ്ങൾ മുസ്ഹഫ് എടുത്തിട്ട് ആ മുസ്ഹഫിൽ നോക്കിക്കൊണ്ട് വേണം ഈ ഒരു വോയിസ് കേൾക്കാൻ. അതേപോലെ തന്നെ നിങ്ങളെ കയ്യിൽ ഒരു നോട്ട്ബുക്കും പേനയും ഉണ്ടെങ്കിൽ അത്രയും ബെസ്റ്റ് ആണ്. കാരണം തജ്വീദ് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് ഈ ഒരു ഫാത്തിഹ നല്ല രീതിയിൽ ഹിഫ്ളാക്കാനും കഴിയണം ഇൻഷാ അല്ലാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാ. ഔദു. ഞാൻ ഔദു എന്ന് പറയുമ്പോൾ ഐന് അത് നമ്മുടെ തൊണ്ടയുടെ നടുക്ക് നിന്നാണ് വരേണ്ടത്. അപ്പം തൊണ്ടയുടെ നടുക്ക് നമ്മൾ വിരൽ വെച്ചുകൊണ്ട് തന്നെ ഔദു ഔദു എന്ന് പറയാം. അതേപോലെ തന്നെ ദാലിന് പുള്ളി വരുമ്പോൾ ഒരു വൈബ്രേഷൻ വേണം, എന്നാലോ സ എന്നതിലേക്ക് എത്തരുത്. പല്ലിന്റെ പുറകിൽ വെച്ചുകൊണ്ട് വേണം ഔദു ബില്ലാഹി. ഔദു ബില്ലാഹി മിനശ് ശൈത്താനി. നാവിന്റെയും അണ്ണാക്കിന്റെയും ഇടയിലാണ് ആ ഷ എന്നുള്ളത് വരുന്നത്. ഓക്കെ.
أعوذ بالله من الشيطان ത്വാനി വായ നിറച്ചിട്ട് ത്വാനി അല്ല വായ നിറച്ചിട്ട് ത ത ത്വാനി أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله لا بسم الله بسم الله അല്ല بسم الله بسم الله الرحمن الرحمن റഹ്മാനി അല്ല വരാൻ പാടില്ല റഹ്മാൻ റഹ്മാൻ നാവ് അണ്ണാക്കിൽ തട്ടിക്കൊണ്ട് മുൻപല്ലിന്റെ തൊട്ട് മുകളിലായിട്ട് തട്ടിക്കൊണ്ട് റഹ്മാനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാ എന്നുള്ളത് രണ്ട് ഹർഫ് മാത്രം നീട്ടിയാൽ മതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മള് ശീല അല്ലെങ്കിൽ പോയി ഇങ്ങനൊക്കെ ഇത്രയല്ല നീട്ടുന്നത് അതേ രീതിയിലാണ് റഹ്മാനി റഹീം റഹ്മാനി എന്നുള്ള മീമിനെ നീട്ടേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനി ഹ ഹ നമ്മള് റഹ്മാനി എന്ന് പറയരുത് റഹ് എന്ന് വരുമ്പോ അവിടെ ഏതാണ് അക്ഷരം വരുന്നത് ഹാത്ത ആണ് അല്ലെ അപ്പം അതല്ല ഇവിടെ ഹ നമ്മുടെ തൊണ്ടയുടെ നടുക്കുന്ന് വരുന്ന സൗണ്ട് റഹ് റഹ് റഹ്മാനി റഹീം റഹ്മാനി റഹീം ഓക്കെ അപ്പം മദ് അസ്ലിയാണ് വരുന്നത് വെറും രണ്ട് ഹർഫിന്റെ നീട്ടല് മാത്രം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ 4 മുതൽ 6 വരെ ഹർഫിന്റെ നീട്ടല് പാടുണ്ട് ഓക്കെ അത്രയും നീട്ടണം റഹീം കാരണം നമ്മൾ അവിടെ നിർത്തുകയാണ് അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അടുത്തതായിട്ട് അൽഹംദു ഹ ഹ അൽഹംദു അല്ല അൽഹംദു ഈ തൊണ്ടയുടെ നടുക്കുന്ന് വരുന്ന ആ രീതിയിൽ തന്നെ ഓതി പഠിക്കാം അൽഹംദു അൽഹംദ് റഹ്മാൻ റഹീം ഓക്കെ അൽഹംദു ദാല് അവിടെ കറക്റ്റ് ആയിട്ട് തന്നെ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വെളിവാക്കിയിട്ട് തന്നെ ഉച്ചരിക്കണം അവിടെ കൽക്കലയാണ് ഓക്കെ അൽഹംദുലില്ലാഹി റബ്ബിൽ റബ്ബിൽ അവിടെ മണിക്കേണ്ട ആവശ്യമൊന്നുമില്ല റബ്ബിൽ ഒന്നുമില്ല റബ്ബിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവിടെ നീട്ടണം അയിന് വന്നു ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വീണ്ടും അർറഹ്മാനിർ റഹീം അർറഹ്മാനിർ റഹീം അടുത്തതായിട്ട് മാലികി യൗമിദ്ദീൻ ഇവിടെ പലർക്കും തെറ്റുന്നതാണ് ചിലര് മാലികി യൗമിദ്ദീൻ എന്ന് പറയും അങ്ങനെയല്ല വെറും 2 ഹർഫ് മാത്രം നീട്ടിയാൽ മതി മദ് അസ്ലിയാണ് ഓക്കെ മാലികി യൗമിദ്ദീൻ മാലിക് മാലിക് അല്ല മാലിക് യൗമിദ്ദീൻ ചിരിച്ചുകൊണ്ടുള്ള അല്ല മീമ് വരുമ്പോ ചിരിച്ചുകൊണ്ടല്ലേ മാലിക് യൗമിദ്ദീൻ അല്ല കേട്ടോ മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇയ്യാക യാ അതാണ് വരുന്നത് ഇയ്യാക ഇയ്യാക ചിലര് ഇയാക്ക എന്ന് പറയും അങ്ങനെയല്ല ഇയ്യാക്ക അവിടെ കുറച്ചൊന്ന് തട്ടിക്കൂട്ടുക
അവിടെയും നീട്ടല് മദ് അസ്ലി തന്നെയാണ് വരുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഒന്ന് ഡബിൾ ചെയ്യാം, ഇരട്ടിയാക്കാം. ഓക്കെ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഐന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇയ്യാക അല്ല, നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഓക്കെ, إياك نعبد وإياك نستعين اهدنا الصراط المستقيم. ഇഹ്ദിന ഇവിടെ ഹ ആണ് വന്നിട്ടുള്ളത്. അപ്പം ഇഹ്ദിന, ഇഹ് ഇഹ്ദിന സിറാത്തൽ, ത ത ത്വ അല്ല, ത ത എന്നുള്ളത് വായന്റെ ഉള്ളിൽ നാവ് നിറച്ചിട്ട് പറയുകയാണെങ്കിൽ ത എന്നായി മാറും. സിറാത്തൽ, ഇഹ്ദിന ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. മുസ്തഖീം അവിടെ 4 മുതൽ 6 വരെ നീട്ടാം. സിറാത്ത നേരത്തെ പോലെ തന്നെ സിറാത്ത, അവിടെയും സിറാത്ത അത്രയേ ഉള്ളൂ, അല്ലാതെ സിറാത്ത അങ്ങനെ വരുന്നില്ല. സിറാത്ത, صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. صراط الذين أنعمت عليهم، صراط الذين أنعمت عليهم ഗൈരിൽ, അവിടെ ഗൈനാണ് വന്നിട്ടുള്ളത്. തൊണ്ടയുടെ മുകളിലുള്ള അക്ഷരാണ് അല്ലെ. ഒന്ന് വിരല് തൊണ്ടയുടെ മുകളിൽ വെച്ചിട്ട് തന്നെ പറയാം. ഗൈരിൽ മഗ്ലൂബി, ഗൈരിൽ മഗ്ലൂബി. വാദ് വരുന്നത് നാവ് സൈഡിൽ ഒരു സൈഡിലേക്ക് തള്ളി വെക്കാം. അതാണ് വാദ് എന്ന് പറയുന്നത്. വാദ് ഒരു സൈഡിലുള്ള പല്ലിനോട് ചേർത്തിട്ട് വാദ്. ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ. വലല്ലാ എന്നുള്ളടത്ത് 6 കൗണ്ട്. അതേപോലെ തന്നെ ലീൻ എന്നുള്ളടത്തും 6 കൗണ്ട്, 6 ഹർഫിന്റെ 1 2. നമ്മൾ ഒരു വിരല് നീർത്തുന്ന സമയം, അങ്ങനെ 6 വിരല് നീർത്തുന്ന സമയം മുഴുവൻ മടക്കി വെച്ചിട്ട് 6 വിരല് നീർത്തുന്ന സമയം 1 2 3 4 5 6. ഓക്കെ, വലല്ലാലിൻ. ആമീൻ, ആമീൻ പറയുന്നത് ആമീൻ എന്നല്ല, ആമീൻ. ഓക്കെ, അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഈ ഫാത്തിഹയുടെ നേരെ അർത്ഥങ്ങൾ ഒന്ന് നോക്കാം. ഓക്കെ, പലർക്കും ഉള്ള ആഗ്രഹമായിരിക്കും ഓരോ വാക്കിന്റെയും അർത്ഥം പഠിക്കാന്നുള്ളത്. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഫാത്തിഹയുടെ അർത്ഥം, ഇത് ഞാന് റൂട്ട് മീനിങ് ഉൾപ്പെടെ അല്ല പറയുന്നത്. അല്ലാതെ നേരിട്ടുള്ള അർത്ഥങ്ങളാണ് പറയുന്നത് ഇൻഷാ അല്ലാഹ്. ഓക്കെ, നമ്മള് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇതിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഔദു ഞാൻ ശരണം തേടുന്നു, അല്ലെങ്കിൽ ഞാൻ അഭയം തേടുന്നു. ബില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. മിനശ് ശൈത്താൻ ശൈത്താനിൽ നിന്ന്. റജീം ശപിക്കപ്പെട്ട അല്ലെങ്കിൽ എറിയപ്പെട്ട. ഓക്കെ, അപ്പം ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അടുത്തതായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിഇസ്മി
ബിസ്മി എന്നുള്ളതിന്റെ നേരർത്ഥം നാമത്തിൽ, പേരിൽ. റൂട്ടർത്ഥങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേര്, അടയാളം, ഉയർച്ച എന്നൊക്കെ, അല്ലെങ്കിൽ ബി ഇസ്മി പേരിന്റെ കൂടെ എന്നൊക്കെയാണ് വരുന്നത്. അള്ളാഹു, ബിസ്മി അള്ളാഹ്. ഇലാഹ്, ആരാധ്യൻ, ആരാധനയ്ക്ക് അർഹൻ, ദൈവം അള്ളാഹു അല്ലെ. അർ റഹ്മാൻ, അതിയായ കരുണ ഉള്ളവൻ അല്ലെങ്കിൽ പരമകാരുണികനായ, എല്ലാ സൃഷ്ടികളോടും കരുണ കാണിക്കുന്നവൻ. അത് ഇഹലോകത്തും പരലോകത്തും അള്ളാഹ്, ഇഹലോകത്ത് എല്ലാവരോടും, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരോടും ഇബാദത്ത് ചെയ്യാത്തവരോടും അള്ളാഹു കരുണ കാണിക്കുന്നുണ്ട്. അർ റഹീം, പ്രത്യേക കരുണ, വിശ്വാസികൾക്ക് പ്രത്യേക കരുണ കിട്ടുന്നുണ്ട്. പരലോകത്ത് അള്ളാഹുവിനെ വിശ്വസിച്ചവർക്ക് അള്ളാഹു പ്രത്യേകമായിട്ട് നൽകുന്ന കരുണ അല്ലെങ്കിൽ ദയാപരനുമായ. ചില ഉലമാക്കൾ പറയുന്നത് ഒരേ റഹ്മാനും റഹീമും ഒരേ അർത്ഥം തന്നെയാണ്, കൂടുതൽ ആഴത്തിൽ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ പറയാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു അർത്ഥം സ്തുതി, നന്ദി. അപ്പം നന്ദി, റബ്ബിൽ, അൽഹംദ് സ്തുതി, നന്ദി. റബ്ബ് അർത്ഥം വളർത്തുന്നവൻ, പരിപാലകൻ, രക്ഷിതാവ് എന്നൊക്കെയാണ് വരുന്നത്. അപ്പം അൽഹംദ് സ്തുതിയൊക്കെയും, ഹംദ് സ്തുതി, അൽഹംദ് സ്തുതിയൊക്കെയും അല്ലെങ്കിൽ പ്രത്യേകം എടുത്തു പറയുന്നതിനാണ് അൽഹംദ് എന്ന് പറയുന്നത്, അൽ വരുന്നത്. ഓക്കെ. ലില്ലാഹി അള്ളാഹുവിനാണ്. ലില്ലാഹ്, അള്ളാഹ് എന്നുള്ളതിന്റെ കൂടെ ലി ചേർത്താല് ലില്ലാഹി അള്ളാഹുവിനാണ്. റബ്ബ്, റബ്ബ് നാഥനായ, അല്ലെങ്കിൽ സംരക്ഷകനായ. ആലമീൻ, സർവ്വലോകങ്ങളുടെയും. ആലം എന്നതിന്റെ അർത്ഥം ലോകങ്ങൾ, സൃഷ്ടികൾ എന്നൊക്കെയാണ്. അപ്പം റബ്ബ് എന്നതിന്റെ അർത്ഥം വളർത്തുന്നവൻ, പരിപാലിക്കുന്നവൻ എന്നൊക്കെയാണ്. അപ്പം സർവ്വലോകങ്ങളിലെയും അതേപോലെ തന്നെ സർവ്വ സൃഷ്ടികളെയും വളർത്തുന്നവനും പരിപാലിക്കുന്നവനുമായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഇതാണ് അർത്ഥം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം, വീണ്ടും പരമകാരുണികനും ദയാപരനുമായ. മാലിക് യൗമിദ്ദീൻ, മാലിക് അധിപൻ, ഉടമ, ഭരണാധികാരി എന്നൊക്കെ പറയും. യൗം ദിനത്തിന്റെ, ദിവസം. ദീൻ വിചാരണ, പ്രതിഫലം, വിധി, നിയമം, വിധി ദിവസം എന്നൊക്കെ പറയും. യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ വിധി ദിവസം. മാലിക് യൗമിദ്ദീൻ, വിചാരണ ദിവസത്തിന്റെ ഉടമസ്ഥൻ. ഓക്കെ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നിനക്കു മാത്രം, നഅ്ബുദു ഞങ്ങൾ വഴിപ്പെടുന്നു. വഴിപ്പെടുക, ആരാധിക്കുക, അടിമത്തം കാണിക്കുക എന്നൊക്കെയാണ് അബദ എന്നുള്ളതിന്റെ നേരർത്ഥങ്ങൾ, ഉൾപ്പെടെ. വ ഇയ്യാക നിന്നോട് മാത്രം, ഇയ്യാക നിനക്കു മാത്രം, വ ഇയ്യാക നിന്നോട് മാത്രം. നസ്തഈൻ ഞങ്ങൾ സഹായം തേടുന്നു. സ്തഈൻ, ഊൻ അവന എന്നുള്ളത് സഹായം തേടുക. അപ്പം നസ്തഈൻ സഹായം തേടുന്നു. അപ്പം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന, ഇഹ്ദിന അർത്ഥം വഴി കാണിക്കുക, ഹിദായത്ത് നൽകുക എന്നുള്ളതാണ്. ഹദിയ എന്നുള്ളത്, ഇഹ്ദി എന്നുള്ളത്. അപ്പം ഇഹ്ദിന എന്ന് പറയുമ്പം നീ ഞങ്ങളെ നയിക്കണമേ, ഞങ്ങൾക്ക് വഴി കാണിക്കണമേ. സിറാത്തൽ, സിറാത്ത് പാത, വഴി. അപ്പം സിറാത്തൽ പാതയിൽ, വഴി. മുസ്തഖീം നേരായ, ഉറച്ച എന്നൊക്കെയാണ് മുസ്തഖീം എന്നുള്ളതിന്റെ അർത്ഥം വരുന്നത്. അപ്പം നീ ഞങ്ങളെ നേരായ വഴിയിൽ നയിക്കണമേ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം.
صراط الذين أنعمت عليهم أنعمت عليهم صراط الذين അല്ല സിറാത്ത വഴിയിൽ അല്ലദീന യാതൊരുത്തരുടെ ആരുടെ വഴിയിലാണ് അൻഅംത നീ അനുഗ്രഹിച്ചവരുടെ നഅമ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം നൽകുക അപ്പം അൻഅംത നീ അനുഗ്രഹിച്ചിരിക്കുന്നു അലൈഹിം അവരെ അപ്പം നീ അനുഗ്രഹിച്ചവരുടെ വഴി ഗൈരിൽ മഗ്ലൂബി അലൈഹിം ഗൈരിൽ മഗ്ലൂബി അലൈഹിം ഗൈര് അർത്ഥമല്ലാത്തത് അല്ലാത്തത് ഏതല്ലാത്തത് മഗ്ലൂബി കോപം അലൈഹിം ഗൈരിൽ മഗ്ലൂബി അലൈഹിം കോപത്തിനിരയായവരുടേതല്ല ഓക്കെ മഗ്ലൂബ് എന്ന് പറഞ്ഞാല് കോപം അപ്പം ഗൈരിൽ മഗ്ലൂബി അലൈഹിം എന്ന് വരുമ്പം കോപത്തിന് ഇരയായവരുടേതല്ല ആ വഴിയിലല്ല പിന്നെ വലല്ലാ വലല്ലാ പിഴച്ചവരുടേതുമല്ല അത് അർത്ഥം തെറ്റിപ്പോവുക വഴി തെറ്റിയവർ എന്നൊക്കെയാണ് അപ്പം വഴി പിഴച്ചവരുടെയും കോപത്തിന് ഇരയായവരുടെയും മാർഗത്തിലല്ലാതെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ ആക്കണമേ എന്നാണ് അർത്ഥം വരുന്നത് ഫാത്തിഹ പൂർണ്ണമായി നോക്കുമ്പോഴേ ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പിന്നെ വിധി ദിവസം ഓർക്കുന്നു പിന്നെ അവന്റെ കരുണ ഓർക്കുന്നു അല്ലെ അർറഹ്മാനി റഹീം പിന്നെ നമ്മളെ വിധി ദിവസം ആഖിറത്തില് നമുക്കുള്ള ചെയ്ത കാര്യങ്ങൾക്കൊക്കെ വിധി നോക്കുന്നവനാണ് എന്നുള്ളത് ഓർക്കുന്നു മാലിക് യൗമിദ്ദീൻ പിന്നീട് നിന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് നിന്നോടാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത് തവക്കല് ചെയ്യുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇനി അവസാനം നമ്മൾ ശരിയായ വഴി ചോദിക്കുന്നു ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം അല്ലാഹുവേ ഞങ്ങളെ നേരായ വഴിയിലാക്കണേ ഏതിലല്ലാതെ നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലാക്കണേ നീ നിന്റെ കോപത്തിന് ഇരയായവരുടേതും പിഴച്ചവരുടേതും അല്ലാത്ത വഴിയിലാക്കണേ ഈ രീതിയിലാണ് ഫാത്തിഹയുടെ അർത്ഥം വരുന്നത് ഓക്കെ അപ്പം ഇതൊരു ദുആ ആണ് ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് ജീവിത പാതയുടെ ഒരു അപേക്ഷയുമാണ് നമ്മളെ ജീവിതത്തിലെ വഴി നല്ലതാക്കണേ എന്നുള്ള ഒരു അപേക്ഷ കൂടിയാണ് ഇത് അതേപോലെ തന്നെ ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ നിന്നോട് മാത്രമേ ഞാൻ സഹായം തേടുള്ളൂ എന്നുള്ള നമ്മുടെ ഈമാനിന്റെ ആ ഒരു വിശ്വാസ പ്രഖ്യാപനാണിത് അതേപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ദുആ ആണ് അള്ളാഹു ഞങ്ങളെ നേർവഴിയിലാക്കണേ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹിഫ്ള് യാത്ര തുടങ്ങുകയാണ് അപ്പം നമ്മള് പഠിക്കുന്ന ഓരോ സൂറത്തും ഇതേ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് തഫ്സീർ ലെവലിലുള്ള വിശദീകരണം കൂടി നോക്കാം ഇത് ഒരു വീഡിയോയിൽ തന്നെ എല്ലാതും ഉൾപ്പെടുത്തിക്കൊണ്ടാവുമ്പോൾ നിങ്ങളുടെ സമയവും എൻ്റെ സമയവും ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കുക കേട്ടോ ഇങ്ങനെയാണോ വേണ്ടത് അതോ ഓരോന്നും കൂടുതൽ വിശദീകരിച്ചിട്ടാണോ എന്നുള്ളത് നിങ്ങൾ അഭിപ്രായം അറിയിക്കാം ഇനി നമുക്ക് ബിസ്മില്ലാഹി റഹ്മാനി റഹീം നമ്മൾ പറഞ്ഞു കരുണാനിധിയായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ എല്ലാ നല്ല കാര്യവും അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങണം അപ്പൊ എന്തുണ്ടാവും അതിൽ ബർക്കത്തുണ്ടാവും റഹ്മാൻ എന്ന് പറയുമ്പം ലോകത്തിൽ എല്ലാവർക്കും കരുണയാണ് റഹീം എന്നുള്ളത് വിശ്വാസികൾക്ക് പ്രത്യേക കരുണയാണ് അപ്പം ഇതേ രീതിയിൽ നമ്മളെ ജീവിതത്തിലും എല്ലാവരെയും കരുണയോട് കൂടിയിട്ട് കാണാനും നമ്മുടെ ജീവിതത്തിലും അള്ളാഹുവിന്റെ ഈ ഒരു നാമം ഉൾപ്പെടുത്താൻ ശ്രമിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന ഓരോ ആയത്തും നമ്മളെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം
ഇല്ല, നമുക്ക് രണ്ട് രീതിയിൽ നമ്മളെ ജീവിതത്തിൽ പകർത്താൻ കഴിയും. ഒന്ന്, എല്ലാ കാര്യത്തിലും എന്ത് തുടങ്ങുകയാണെങ്കിലും, മക്കളെ വിളിക്കുകയാണെങ്കിലും, ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഭക്ഷണം വിളമ്പുന്ന സമയത്തും, നമ്മുടെ എല്ലാ ഹലാലായ കാര്യങ്ങൾ തുടങ്ങുന്ന സമയത്തും ബിസ്മി കൊണ്ട് തുടങ്ങുക. അത് നമുക്ക് ബർക്കത്തിനെ വർദ്ധിപ്പിക്കും. രണ്ടാമത്തെ കാര്യം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ നമ്മൾ എപ്പോഴും ഓർക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കാം. ഇതും നമ്മളെ ഈ ഓതുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഈ ഒരു കാര്യം ജീവിതത്തിൽ പകർത്തുന്ന രീതിയാണ്. അല്ല, ഇൻഷാ അല്ലാ നമുക്ക് അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്തതായിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്തുതി മുഴുവനും അള്ളാഹുവിന് അഥവാ ലോകരക്ഷിതാവിന്, അല്ലെ, സർവ്വലോകത്തിന്റെയും റബ്ബായ അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതി. അപ്പം ഹംദ് എന്ന് പറയുമ്പോൾ നന്ദിയും സ്തുതിയും കൂടി ഉൾപ്പെട്ടതാണ്. അപ്പം നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയാണ്. എല്ലാ നന്ദിയും അള്ളാഹുവിനാണ്. റബ്ബ് നമ്മളെ വളർത്തുന്നവനാണ്, നോക്കുന്നവനാണ്. നമുക്ക് അള്ളാഹു ഒരുപാട് നിഅമത്തുകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ. അപ്പം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അള്ളാഹുവിനോട് നമ്മൾ തിരിച്ച് നന്ദി പറയാൻ തുടങ്ങിയാൽ നമുക്ക് അതിനെ സമയം ഉണ്ടാവുള്ളൂ, വേറെ ഒന്നിനും സമയം ഉണ്ടാവില്ല. നമ്മൾ ദിവസം മുഴുവൻ നന്ദി പറഞ്ഞാലും തീരൂല. ഇതുപോലെ നമ്മൾ ഓരോ ശ്വാസം കിട്ടുമ്പോഴും നമ്മൾ അൽഹംദുലില്ലാ, ഈ ശ്വാസം ഉള്ളിലേക്ക് എത്തിയിട്ട് നമ്മളൊരു ഫാക്ടറിയുടെ സ്റ്റാർട്ടിംഗ് ആണ് നമ്മുടെ ശ്വാസം എന്ന് പറയുന്നത്, അല്ലെ. പിന്നീട് അത് ഹൃദയത്തിലേക്ക് പോകും. ഹൃദയം അത് ആവശ്യമുള്ളവർക്ക് മുഴുവനും ഓക്സിജൻ എത്തിക്കുന്നു. ആ ഓക്സിജൻ കിട്ടുന്നതോട് കൂടിയിട്ട് അവിടെയുള്ള ഫുള്ള് മെഷീനറികളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് അതിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തേക്ക് കളയുന്നു, ഈ രീതിയിൽ. അപ്പം നമ്മൾ ഓരോ തവണ ഈ ഒരു ഫാക്ടറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഓരോ തവണ ശ്വസിക്കുന്ന സമയത്ത്. അപ്പൊ നമ്മൾ ഒരു തവണ ഫാക്ടറി വർക്ക് ചെയ്തു, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, നമുക്ക് പിന്നെ വേറെ ഒന്നിനും സമയം ഉണ്ടാവില്ല. നമ്മൾ ഓരോ ഇങ്ങനെ എന്ത് കാര്യം നോക്കുകയാണെങ്കിലും നമ്മൾ ചിരിക്കുന്നു, നമ്മളെ വായിൽ ഉമിനീര് വരുന്നു, നമ്മളെ ഹൃദയമിടിപ്പ്, നമ്മളെ രക്തം ഓടുന്നത്, ഇങ്ങനെ ഇങ്ങനെ നമ്മളെ ചിന്തകൾ, ഇങ്ങനെ നമ്മുടെ ശരീരം വെച്ചിട്ട് തന്നെ നമുക്ക് ഹംദ് പറഞ്ഞു തുടങ്ങിയാൽ തീർക്കാൻ കഴിയില്ല. അപ്പം നമ്മള് ഹംദ് പറയുന്നത്, നന്ദി പറയുന്നത് നമ്മുടെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാക്കുക. അത് അള്ളാഹുവിനോടും നന്ദി പറയാം. അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ളവർ നന്മ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹൃദയം അറിഞ്ഞ് ഹംദ് പറഞ്ഞ് ശീലിക്കാം. ഓക്കെ, അത് നമ്മളെ അഖ്ലാഖിനെ, നമ്മളെ സ്വഭാവത്തെ നന്നാക്കാനും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാക്കാനും ഒക്കെയും കാരണമാവും. അപ്പം നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അള്ളാഹുവിന് ഹംദ് ചെയ്യുന്ന വാക്കുകളാണ് എന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അൽഹംദുലില്ലാ എന്ന് പറയുന്ന സമയത്ത് ഹൃദയം ലേറ്റ് ആയിട്ട് മാറും. അതേപോലെ തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പക്ഷെ ചോദ്യം ഇതാണ്, എനിക്ക് എന്തില്ല എന്നല്ല, എനിക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നന്ദി പറയുന്ന ഒരു ഹൃദയം, അതോട് കൂടിയിട്ട് നമ്മുടെ അസൂയ കുറയും, ദുഃഖം കുറയും, സമാധാനം കൂടും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമ്മൾ ഒരിക്കലും അൽഹംദുലില്ലാ എന്ന് പറയരുത്, അത് തെറ്റാണ്. അൽഹ അല്ല, അൽഹംദുലില്ലാ. ഹേ തൊണ്ടയുടെ നടുക്ക് നിന്ന് തന്നെ വരണം. അൽഹംദുലില്ലാ ഒന്ന് പറഞ്ഞ് ശീലിക്കാം. ഇനി അടുത്തതായിട്ട് അർ-റഹ്മാനിർ റഹീം. ഇവിടെ വീണ്ടും കരുണ ഓർമ്മിപ്പിക്കുന്നു. എന്തിന്? അള്ളാഹുവിന്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത് കരുണയാണ്. എല്ലാവരോടും അള്ളാഹുവിന് സ്നേഹമാണ്. റഹിമ എന്നുള്ളതിന് ഗർഭപാത്രം, റഹമ എന്നുള്ളതിന് ഗർഭപാത്രം എന്നുള്ള ഒരു അർത്ഥം കൂടി വരുന്നുണ്ട്. അപ്പം ഗർഭപാത്രത്തിന്റെ ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്ന പോലെ അള്ളാഹുവിന്റെ ഓരോ സൃഷ്ടിയെയും ഈ ലോകത്ത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നാം എന്തൊക്കെ തെറ്റ് ചെയ്താലും അള്ളാഹു നമുക്ക് കരുണയുടെ വാതിൽ തുറന്നിരിക്കുന്നുണ്ട്, അല്ലെ. അപ്പം അതേപോലെ തന്നെ നമ്മളെ ജീവിതത്തിലും ഇത് പ്രാവർത്തികമാക്കുക. മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് നമ്മളെ നേരെ തെറ്റുകൾ വരാം, നമ്മളത് ക്ഷമിച്ചു കൊടുക്കുക. കാരണം അള്ളാഹു നമ്മളെ തെറ്റുകൾ പൊറുക്കുന്നുണ്ട്. അള്ളാഹു കരുണയുള്ളവനാണ്. അതേപോലെ നമ്മളും നമ്മളെ ഭർത്താവിനോടും കുട്ടികളോടും മാതാപിതാക്കളോട് ചുറ്റുമുള്ളവരോട് എല്ലാവരോടും കരുണയുള്ളവരാവുക. കഠിനമായ ഹൃദയങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മളെ ബന്ധങ്ങൾ തകർക്കാനേ അത് സാധിക്കുള്ളൂ. അപ്പൊ കരുണ ഉള്ള ഹൃദയമാണ് വെച്ചാല് ബന്ധങ്ങൾ നിലനിൽക്കും. കരുണ എന്ന് പറഞ്ഞാൽ അത് ദൗർബല്യമല്ല,
നമ്മളൊരു വീക്ക്നെസ് അല്ല, മറിച്ച് അതൊരു ശക്തിയാണ്. നമുക്കുള്ള ഏറ്റവും വലിയ ശക്തിയാണ് നമ്മൾ മറ്റുള്ളവരോട് കരുണയുള്ളവരാവുക എന്നുള്ളത്. ഇനി അടുത്തതായിട്ട് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു ദിവസം വരും, ഓരോ പ്രവൃത്തിക്കും ഒരു കണക്കുണ്ട് അല്ലേ? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഒരു കണക്കുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നമ്മളെ ഉത്തരവാദിത്തമുള്ളവരാക്കാണ്. നമ്മൾ ആരെയും വേദനിപ്പിച്ചാൽ ഓർക്കണം, ഒരു ദിവസം നാം മറുപടി പറയേണ്ടി വരുന്നുള്ളത്. ആ ഒരു ഓർമ്മിപ്പിക്കലാണ്, അല്ലെങ്കിൽ നമ്മളെ ഓരോ പ്രവർത്തനത്തിനും ഒരു ദിവസം കണക്ക് പറയേണ്ടി വരും, അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും എന്നുള്ളതിന്റെ ഓർമ്മിപ്പിക്കലാണ് മാലിക് യൗമിദ്ദീൻ. ഇത് നമ്മൾ ഓരോ വക്തിലും നമ്മൾ ഓതുന്നുണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ മാലിക് യൗമിദ്ദീൻ, ഒരു ദിവസം എല്ലാം കണക്ക് ചോദിക്കും എന്നുള്ള ഓർമ്മ വരുന്ന സമയത്ത് നമ്മളെ ജീവിതം കുറച്ചും കൂടി ഉത്തരവാദിത്തമുള്ള ജീവിതമായി മാറും. ഓക്കെ, ഞാൻ ഇതിന് കണക്ക് പറയേണ്ടി വരുമല്ലോ എന്ന് തോന്നുമ്പോൾ അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു പാക്കറ്റ് മിഠായി തന്നിട്ട് ഇത് നിങ്ങൾ എന്താ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് തരികയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് തിന്നാം, ഒരുപാട് ആളുകൾക്ക് കൊടുക്കാം, ഒരുപാട് വേസ്റ്റ് ആക്കി കളയാൻ, നോ പ്രോബ്ലം. നേരെ മറിച്ച് ഇത് എന്താ ചെയ്തെന്നുള്ളത് ഞാൻ ചോദിക്കട്ടോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നീ നല്ല രീതിയിലല്ലേ ഇത് ചെലവഴിച്ചെന്നുള്ള ഞാൻ നോക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പാക്കറ്റ് മിഠായി തന്നേച്ചാല് നമ്മളത് കുറച്ച് കഴിക്കും, ബാക്കിയുള്ള മറ്റുള്ളവർക്ക് കൊടുക്കും, ബാക്കിയുള്ള അവിടെ എടുത്തു വെക്കും അല്ലെ? ഈ രീതിയിൽ അത് നല്ല രീതിയിൽ ഉപയോഗിക്കും. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിനും വരുന്നത്. നമ്മൾ ഓരോ കാര്യം ചെയ്യുന്ന സമയത്തും അള്ളാഹു ഇതിന് കണക്ക് ചോദിക്കുന്ന സമയങ്ങളാണ്. ഞാൻ എൻ്റെ ഓരോ പ്രവൃത്തിക്കും ഓരോ സമയത്തിനും അള്ളാഹു കണക്ക് ചോദിക്കും എന്നുള്ള ഓർമ്മ വരുന്നതോട് കൂടിയിട്ട് നമ്മളെ ഉത്തരവാദിത്തമുള്ള ജീവിതമായി മാറും. നമ്മൾ ഗോസിപ്പ് നിർത്തും. കാരണം ആ ഗോസിപ്പ് ചെയ്യുന്ന സമയത്തും മറ്റുള്ളവരെ കുറ്റം പറയാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന സമയത്തും അത് അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു ഇതിനെപ്പറ്റി ചോദിക്കും എന്നുള്ളൊരു ഭയം നമ്മുടെ ഉള്ളിൽ വരും. അതേപോലെ അനീതിക്ക് നമ്മൾ തെറ്റ് ചെയ്യാൻ പോകുന്ന സമയത്തും ഇത് ഇതിനെ പറ്റിയിട്ട് ഞാൻ പിന്നീട് മറുപടി പറയേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ പാവം ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് നിൽക്കും. തെറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഓക്കെ വേണ്ട, ഇത് മാലിക് യൗമിദ്ദീൻ എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, ഒരു ദിവസം എല്ലാം കണക്ക് ചോദിക്കുമല്ലോ, അതുകൊണ്ട് ഇനി തെറ്റ് ചെയ്യണ്ട, ആ കണക്ക് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഈ തെറ്റ് ചെയ്തതായിട്ട് ആ കണക്കിൽ വരണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു മാലിക് യൗമിദ്ദീൻ എന്നുള്ള കാര്യം ഓർക്കുന്ന സമയത്ത് അത് ഓർമ്മിക്കും. അവസാന ദിവസം ഓർക്കുന്നവന് ഇന്നത്തെ ദിവസം ശരിയാക്കും അല്ലെ? നമ്മള് ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് ഓരോ പേപ്പറിനും മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പേപ്പറും നല്ല വൃത്തിക്ക് തന്നെ എഴുതി വെക്കും. എന്നാലേ നമുക്ക് അവസാനത്തെ ദിവസം ഫുൾ മാർക്കോട് കൂടിയിട്ട് ജയിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് അവസാന ദിവസത്തെ മാത്രമേ നോക്കുന്നുള്ളൂ വെച്ചാൽ അതുവരെ ഉള്ള പേപ്പറൊന്നും ചിലപ്പോൾ മുഴുവനായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവില്ല, കീറിക്കളഞ്ഞിട്ടുണ്ടാവും, ഈ രീതിയിലാവും. അപ്പം നമ്മളെ സംബന്ധിച്ച് അള്ളാഹു നമ്മുടെ ഓരോ ദിവസവും നോക്കുന്നുണ്ട് സുബ്ഹാനല്ലാഹ്. അപ്പം മാലിക് യൗമിദ്ദീൻ എന്ന് ഉള്ളത് ഒരു ദിവസം എല്ലാം കണക്ക് ചോദിക്കും എന്നുള്ള ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും കൂടിയാണ് അള്ളാഹു ആ ഒരു ആയത്ത് ഇറക്കിയിട്ടുള്ളത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോടാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഇത് ഫാത്തിഹയുടെ ഹൃദയമാണ്. ജീവിതം മുഴുവനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. സഹായം മനുഷ്യരിൽ നിന്നല്ല, ആദ്യം അള്ളാഹുവിൽ നിന്നാണ് ചോദിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും എല്ലാരോടും സഹായം ചോദിച്ചിട്ട് കിട്ടാതായി ലാസ്റ്റ് അള്ളാഹുവിനോട് എന്ന് പറയാം, അള്ളാഹു എനിക്ക് ഇനി ഒരു മാർഗമില്ല, എന്തെങ്കിലും മാർഗം. നേരെ മറിച്ച് നമ്മൾ അള്ളാഹുവിന് സഹായം ചോദിച്ചു കഴിഞ്ഞാല് അള്ളാഹു ആണ് നമുക്ക് സഹായത്തിനായിട്ട് മറ്റുള്ളവരെ നമ്മിലേക്ക് എത്തിക്കുന്നത്. അപ്പം നമ്മളിപ്പോ ഹിഫ്ള് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹിഫ്ള് യാത്രയിലും ക്ഷീണം വരുന്ന സമയത്ത് ഈ ആയത്ത് റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ അള്ളാഹുവിലാണ് സഹായം ചോദിക്കുന്നത്. അള്ളാഹുവെ എനിക്ക് ഹിഫ്ള് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്, അതൊന്ന് എളുപ്പാക്കി തരണേ അല്ലെ? നമ്മൾ അള്ളാഹുവിലാണ് സഹായം ചോദിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടുപോകേണ്ടതാണ്. ഇതിനാണ് തവക്കൽ എന്ന് പറയുന്നത്, എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നത്. അപ്പം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് നമ്മൾ ആശ്രയത്തിന്റെ മാറ്റാണ്. നമ്മൾ തവക്കൽ ചെയ്യുന്ന അള്ളാഹുവിലേക്ക് മാറുകയാണ്. നമ്മൾ സാധാരണ ആളുകളെ ആശ്രയിക്കുന്നു, ആളുകളെ പ്രശംസ തേടുന്നുണ്ട്, ആളുകൾ ഇന്നെ അംഗീകരിക്കണം. പക്ഷെ ഈ ആയത്ത് പഠിപ്പിക്കുന്നത് ആദ്യം അള്ളാഹു നമ്മളെ അംഗീകരിക്കണം, അള്ളാഹുവിന്റെ പ്രശംസ കൈപ്പറ്റണം.
അള്ളാഹു നമ്മളെ അംഗീകരിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണം. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മളെ ജീവിതം മുഴുവനും അള്ളാഹുവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മനുഷ്യരെ നിരസിച്ചാലും നമ്മൾ തകർന്നു പോകില്ല. കാരണം നമുക്ക് അള്ളാഹു മതി. അള്ള ഉണ്ട് എന്റെ കൂടെ. ചിലര് ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയും അല്ലെ, അള്ള ഉണ്ട് എന്റെ കൂടെ, വേറെ ആരൊക്കെ ഒഴിവാക്കിയാൽ എനിക്ക് കുഴപ്പമില്ല. അതാണ് ഏറ്റവും വലിയ തവക്കൽ എന്ന് പറയുന്നത്. തവക്കലിന്റെ ഏറ്റവും നല്ല രൂപമാണത്. അപ്പം ഇയ്യാക്കന അഴുതു ഇയ്യാക്കന സ്തഈൻ, നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം ഞാൻ സഹായം ചോദിക്കുകയും ചെയ്യുന്നു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നേരായ വഴിയിൽ നടത്തണേ. നാം ഇതിനകം മുസ്ലിങ്ങളാണ്, പക്ഷെ നാം ദിവസവും ഹിദായത്ത് ചോദിക്കുകയാണ്. കാരണം നമ്മൾ വഴി തെറ്റാൻ ഏറ്റവും എളുപ്പമാണ് അല്ലെ. ഷെയ്ത്താനിന് എപ്പോ വേണേലും നമ്മളെ വഴി തെറ്റിക്കാം. അപ്പം നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം, അള്ളാഹുവേ ഇന്നെ വഴി തെറ്റിക്കരുതേ. ഇത് ഓരോ ദിവസവും നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു തന്നിട്ടുണ്ട്. നമുക്ക് സത്യം തെരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അസത്യം തെരഞ്ഞെടുക്കാം. നേർമാർഗം തെരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ചീത്ത മാർഗം തെരഞ്ഞെടുക്കാം. നമുക്ക് ഒന്നെങ്കിൽ എല്ലാതും സഹിച്ചും ക്ഷമിച്ചും ജീവിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ട് കോപത്തോട് കൂടിയിട്ടും അല്ലെ ആ രീതിയിലും ജീവിക്കാൻ പറ്റും. അതേപോലെ നമുക്ക് സബറ്, ക്ഷമ തന്നിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ പ്രതികരിച്ച് ഒരു ഒരു വെട്ട് രണ്ട് കഷ്ണം എന്നുള്ള രീതിയിലും ജീവിക്കാൻ പറ്റും. അപ്പം നമ്മൾ എന്നും നേരായ വഴി ചോദിക്കുന്നത്, ശരിയായ തീരുമാനങ്ങൾ എന്ന് ചോദിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നമ്മൾ ഓരോ ദിവസവും ഓരോ സമയം നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ വഴി തരണേ എന്ന് പറയുന്ന സമയത്ത് ഓർക്കുക, ഞാൻ നേരായ വഴിയിൽ പോവാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളതും കൂടി നോക്കുക. അള്ളാഹു നേരായ വഴി കാണിച്ചു തരുമ്പോഴും നമ്മളെ നേരായ വഴിയിൽ പോകുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനി അടുത്തതായിട്ട് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, നീ അനുഗ്രഹിച്ചവരുടെ വഴി കോപിച്ചവരുടെ അല്ല, വഴി തെറ്റിയവരുടെ അല്ല. ഇത് കോപിച്ചവരുടെ എന്ന് പറയുന്നത് ചില ഉലമാക്കൾ പറയുന്നത് ക്രിസ്ത്യാനികളുടെ എന്നുള്ളതാണ്, അല്ലെ അല്ല ജൂതന്മാരുടെ എന്നുള്ളതാണ്. വലദ്ദാലിൻ, വഴി തെറ്റിയവര് ക്രിസ്ത്യാനികള്, ഈ രീതിയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നേരർത്ഥം നോക്കുകയാണെങ്കിൽ കോപിച്ചവരുടെ വഴിയിലല്ല, വഴി തെറ്റിയവരുടെ വഴിയിലല്ല. അപ്പം അറിഞ്ഞിട്ടും തെറ്റുന്നത് കോപത്തിന് കാരണമാവും അല്ലെ. നിങ്ങളെ നേർവഴി ഇതാണെന്ന് പറഞ്ഞു തന്നിട്ടും നമ്മള് നേർവഴി കൂടി പോവാതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു കുഞ്ഞിനോട് നീ ഇതിലൂടെ നടക്കുക, ഇതാണ് അങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞിട്ടും ആ കുഞ്ഞ് തെറ്റായ വഴിയിലൂടെ തന്നെ പോവാണ്. വീണ്ടും പറയും വീണ്ടും പറയും, എന്നിട്ടും തെറ്റായ വഴിയിലൂടെ തന്നെ പോവാണ്. അത് എന്തിന് കാരണമാവും? നമുക്ക് ദേഷ്യം പിടിക്കും. എന്നോടല്ലേ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇതേ രീതിയിൽ തന്നെയാണ് അള്ളാഹു നമ്മളും കോപത്തിന് കാരണമാവുന്നത്. നമ്മള് നേരായ വഴി അറിഞ്ഞിട്ടും അള്ളാഹുവിന്റെ വഴി അറിഞ്ഞിട്ടും നമ്മൾ തെറ്റായ വഴി തീരുമാനിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ കോപം നമ്മുടെ മേൽ വർഷിക്കുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാട്ടാ. അറിവില്ലാതെ തെറ്റുന്നതാണ് വഴി തെറ്റല്. ഓക്കെ, നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അറിവില്ലാതെ തെറ്റുന്നതാണ് വഴി തെറ്റൽ. ഈ വഴി എങ്ങോട്ടുള്ളതാണ്? സ്വർഗത്തിലേക്കുള്ള, അള്ളാഹുവിനെ കാണാനുള്ള നേരായ മാർഗത്തിലേക്കുള്ള, അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴിയാണ്. അപ്പൊ ആ വഴിയിൽ പോകുന്നതിന് പകരം നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് പകരം വഴി തെറ്റുന്നത്, ഒന്നെങ്കിൽ നമ്മൾ അറിവില്ലാതെ വഴി തെറ്റും, അപ്പൊ അത് ഇല്ലാതിരിക്കണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. രണ്ടാമത് നമ്മൾ അറിഞ്ഞുകൊണ്ടും വഴി തെറ്റും, അതാണ് അള്ളാഹുവിന് ദേഷ്യം പിടിക്കുന്ന കാര്യം, കോപത്തിന് കാരണമാണ്. അപ്പൊ ഈ രണ്ട് വഴിയിലും ആക്കാതെ നമ്മൾ ചോദിക്കുന്നത് സത്യമായ വഴിയാണ്. ഇതേ രീതിയിൽ തന്നെ നമ്മളെ നമ്മളെ ജീവിതത്തിലും ഇത് അപ്ലൈ ചെയ്യാം അല്ലെ. അറിഞ്ഞിട്ടും തെറ്റുന്നതും അറിയാതെ അഹങ്കാരത്തോടെ നടക്കുന്നതും, ഇത് രണ്ടും തെറ്റാണ്. അഹങ്കാരം ഇല്ലാത്ത അറിവ് തരണേ, അറിവില്ലാത്ത ആവേശം ഒഴിവാക്കണേ, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അഹങ്കാരമില്ലാത്ത അറിവില്ലാത്ത ആവേശം, ഇത് രണ്ടും ആണ് അള്ളാഹു. അറിവില്ലാത്ത ആവേശം ഒഴിവാക്കി തരാം അല്ലെ. നമുക്ക് ആവേശമുണ്ട് പക്ഷെ അറിയില്ല, അതാണ് നമ്മൾ വഴി തെറ്റി പോണത്. മറ്റേത് എനിക്കറിയാം ഇതാണ് വഴി എന്നുള്ളത്, പക്ഷെ അഹങ്കാരത്തോട് കൂടിയിട്ട് വഴി തെറ്റി പോണു. ഇത് രണ്ടും ഇല്ലാതെ ഇരിക്കണേ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അൽഹംദുലില്ലാ, ഇതാണ്
ഈ ഞാൻ ഫാത്തിഹയുടെ തഫ്സീറിന് ഒരുപാട് ഇട്ടിട്ടുണ്ട്. എന്നാലും ഇതും കൂടി അതിൽ ഉൾപ്പെടുത്താന്ന് കരുതി. അൽഹംദുലില്ലാ. ഒന്നുകൂടി പറയട്ടെ. ഫാത്തിഹയുടെ ഘടന: ഫസ്റ്റ് സ്തുതി, നന്ദി പ്രകടിപ്പിക്കലാണ്. പിന്നീട് അള്ളാഹുവിന്റെ കാരുണ്യം ഓർമ്മിപ്പിക്കലാണ്. മൂന്നാമത് വിധി ദിവസം ഓർമ്മിപ്പിക്കാണ്. എല്ലാത്തിനും ഒരു ദിവസം കണക്ക് പറയേണ്ടി വരും എന്നുള്ള ഓർമ്മിപ്പിക്കലാണ്. നാലാമതായിട്ട് ആരാധന അള്ളാഹുവിന് മാത്രമാണെന്നുള്ള പ്രഖ്യാപനമാണ്. അഞ്ചാമതായിട്ട് ഹിദായത്ത് അപേക്ഷിക്കലാണ്, നേർവഴി അപേക്ഷിക്കുകയാണ്. ഇതാണ് ഒരു സമ്പൂർണ്ണ ജീവിത മാർഗം. ഇതന്നെയാണ് നമ്മൾ ഇനി ഖുർആൻ മുഴുവൻ ഓതുമ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും പല ആശയങ്ങളോട് കൂടിയിട്ട്, പല ഉദാഹരണങ്ങളോട് കൂടിയിട്ട് അള്ളാഹു നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫാത്തിഹയ്ക്ക് ഉമ്മുൽ ഖുർആൻ എന്നുള്ള പേരും ഒരുപാട് പേരുകൾ വന്നത്. അപ്പം നമ്മള് ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് നമ്മുടെ ഹൃദയം എപ്പോഴും നന്ദിയോടെ ആയിരിക്കണം, അൽഹംദായിരിക്കണം അല്ലെ. അതേപോലെ നമ്മൾ ഓരോ ബന്ധങ്ങളോടും കരുണയോട് കൂടിയിട്ട് റഹ്മാനായിരിക്കണം, നമ്മളും റഹ്മാനായിരിക്കണം. അതേപോലെ നമ്മളെ പ്രവർത്തികളൊക്കെ ഉത്തരവാദിത്തങ്ങളോടെ ചെയ്യാം. കാരണം മാലിക് യൗമിദ്ദീൻ ആണ് അള്ളാഹു. അപ്പം അവിടെ നമ്മൾ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടത്. അതേപോലെ നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിനായിട്ടാണ്. ആ ലക്ഷ്യമാണ് ഇവിടെ പറയുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ആരാധിക്കും, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അവസാനമായിട്ട് നമ്മൾക്ക് പോവാനുള്ള വഴി, ഈ ലക്ഷ്യം എന്ന് പറയുമ്പം ഇംഗ്ലീഷിൽ പറയാം നമ്മുടെ വിഷൻ, നമ്മുടെ മിഷൻ. ഇനി ദിശ, അങ്ങോട്ടുള്ള വഴി നേരായ വഴി ആവണം എന്നുള്ളത് നമ്മൾ ദുആ ചെയ്യണം. ഈ രീതിയിൽ നമുക്ക് ഫാത്തിഹയെ നമ്മുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അതേപോലെ ഇനി ഒരു 5 തവണയും കൂടി ഫാത്തിഹ നല്ല രീതിയിൽ ഓതി പഠിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഈ ഒരു തുടക്കം നമുക്ക് ഖുർആൻ മുഴുവനും പഠിക്കാനും പരിപൂർണമായിട്ട് മനസ്സിലാക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇതിൽ പറഞ്ഞതെല്ലാം സിമ്പിളായിട്ട് ഏറ്റവും കുറഞ്ഞ വാക്കുകളിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇത്രയും സമയമായി. അപ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് ഫാത്തിഹ ഓതി പഠിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്താം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. نقول بسم الله الرحمن الرحيم. 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 الحمد لله رب العالمين. 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 بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. الرحمن الرحيم. الرحمن
الرحيم الرحمن الرحيم الرحمن الرحيم الرحمن الرحيم الرحمن الرحيم الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين 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 بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين 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 بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم اهدنا الصراط المستقيم اهدنا الصراط المستقيم اهدنا الصراط المستقيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم 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 بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين غير المغضوب عليهم ولا الضالين غير المغضوب عليهم ولا الضالين غير المغضوب عليهم ولا الضالين
غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الحمد لله الحمد لله. അള്ളാഹുവിന് സ്തുതി. ഈ ഒരു അവസാനത്തെ രീതി ഞാൻ ഹിഫ്ള് ചെയ്യുന്നവർക്കും എളുപ്പമാവുന്ന രീതിയിലാണ് ചൊല്ലിയിട്ടുള്ളത്. ഫാത്തിഹ ഒരുവിധം എല്ലാവർക്കും ഹിഫ്ളായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെങ്കിൽ നമ്മളെ ഇനി ഓരോ സൂറത്തും ഹിഫ്ളാക്കുന്ന രീതിയിൽ ഇത് ഞാൻ 5 തവണയാണ് റിപ്പീറ്റ് ചെയ്തത്. അതിന് പകരം 10 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ സൂറത്തും ഓതാൻ. അതേപോലെ തന്നെ ഖുർആനിൽ നോക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ 5 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴും ഓതാൻ വേണ്ടിയിട്ട്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ ഖുർആനോത്ത് മനോഹരമായ രീതിയിൽ സന്തോഷത്തോടു കൂടി ഓതാനും നമ്മൾ ഓതുന്ന ഓരോ ആയത്തുകളും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.